ഹാവ് എ ഡീപ് ബ്രത്ത്. ഇന്റിമസിയിൽ ഒരു ദിവസം തുടങ്ങുന്നത് കളരി സാധനയോടുകൂടിയാണ്. കൂടുതൽ സമയവും അരിപ്പ വനത്തിൽ തപസ് ചെയ്യുമായിരുന്നു. കേരളത്തില് ഇത് അത്ര പരിചിതമല്ല. പിന്നെ ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു യോഗി ഈ ചക്രനിലയെ ഒരു ആധുനിക സംവിധാനത്തിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 7 years ആയതേ ഉള്ളൂ. പക്ഷേ 50-ലേറെ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1500 പേര് വന്നു പോയിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതാണ് ഞങ്ങളുടെ പാത്തി അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ടേബിൾ. അത് കുറച്ച് ഡിഫറെന്റ് ആണ് ബാക്കി സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ. ഒരു രോഗവും നിയന്ത്രണ അതീതമല്ല. ഇവിടെ തന്നെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ വരുന്ന വിറ്റിലിഗോ, ഈ വെള്ളപ്പാണ്ട്, സോറിയാസിസ്, ക്യാൻസർ, ഓസ്റ്റിയോപൊറോസിസ്, ഇങ്ങനെ പല തരം ബുദ്ധിമുട്ടുകളുമായി പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഇവിടെ വരുന്ന രോഗികളെ നാം ഈ പ്രകൃതിയുടെ കയ്യിലങ്ങ് ഏൽപ്പിക്കുകയാണ്. നമ്മുടെ അടുക്കളയിലേക്കുള്ള പച്ചക്കറികളിൽ ഒരു 80 മുതൽ 90% നാം ഇവിടെ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. നമ്മുടെ അന്നം നാം തന്നെ പ്രകൃതിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, അത് ഇവിടെ വരുന്ന ഗസ്റ്റിനും അനുഭവിക്കാവുന്നതാണ്. പൗരാണിക സംവിധാനത്തിലെ ഒരു കുളം, അതിന് പകരം നാം ഇവിടെ സംവിധാനം ചെയ്തിരിക്കുന്നത് ആധുനിക നിലയിലുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ്. പ്രധാന കവാടത്തോട് ചേർന്ന് കാണേണ്ടത് ഒരു ഗോശാലയാണ്. അവർ മേഞ്ഞു നടക്കുന്നു. ഇന്റിമസി എന്ന വാക്ക് തന്നെ ഇന്ത്യയും തത്വമസിയുടെ അസിയും കൂടി ചേർത്തിട്ടുള്ള ആണ് ഇന്റിമസി. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മന്ത്രസാധനയാണ്. ഏകദേശം ഒരു 4-5 വർഷം ഞാൻ എൻ്റെ ഏകാന്തതയിൽ, പ്രത്യേകിച്ചും കൂടുതൽ സമയവും അരിപ്പ വനത്തിൽ തപസ് ചെയ്യുമായിരുന്നു. എൻ്റെ പേര് യോഗി ശിവൻ. സിദ്ധയോഗ മാർഗത്തിലെ ശിവജ്യോതി ധർമാനന്ദ സ്വാമികളിൽ നിന്ന് മന്ത്രദീക്ഷ നേടി ആണ് ഞാൻ എൻ്റെ മന്ത്രസാധന തുറന്നുകൊണ്ടിരിക്കുന്നത്. ഭാരത സംസ്കാരത്തിൻ്റെ ആപ്തവാക്യം തന്നെ ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നാണ്. അതായത് നമ്മുടെ ശരീരമാണ് നമ്മുടെ എല്ലാം. ആരോഗ്യമില്ലെങ്കിൽ പിന്നെ ജീവിതമില്ലല്ലോ. ആരോഗ്യത്തെ പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് ഇന്റിമസി. ഇന്റിമസിയിൽ 3 ടൈപ്പ് ഗസ്റ്റ് ആണ് ഞങ്ങൾക്ക് വരാറുള്ളത്. ആദ്യം ട്രീറ്റ്മെന്റ് ബേസ്, ഒരു അസുഖത്തിന് ഇന്ന ചികിത്സ വേണമെന്നുള്ള രീതിയിൽ. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി സുഖചികിത്സ, ഡീടോക്സ്, റെജുവിനേഷൻ, അതുപോലെ. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് യോഗ, മെഡിറ്റേഷൻ, അത് മാത്രം പഠിക്കാനും ചെയ്യാനുമായിട്ട്. ഞങ്ങളുടെ ഇന്റിമസി ഒരു NABH ഹോസ്പിറ്റലാണ്, പക്ഷെ ഒരു റിസോർട്ട് ആംബിയൻസിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ വരുന്ന ഗസ്റ്റുകൾക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സിക്കുന്നു എന്നുള്ളൊരു ഫീലും തോന്നില്ല. ഒരു വെക്കേഷനുമാണ്, പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെക്കേഷൻ. ഇന്റിമസി ഹീലിംഗ് വില്ലേജ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് ഒരു 14 acres ഇത് വരുന്ന ട്രിവാൻഡ്രം ജില്ലയിൽ നെടുമങ്ങാട് പൂവത്തൂർ എന്ന് പറയുന്ന വില്ലേജിലാണ്.